നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രൂക്ഷ വിമർശനവുമായി CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. നിലമ്പൂരിൽ പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം. UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചെന്നും PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പ്രവർത്തന റിപ്പോർട്ട്. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. യൂനുസ്, CPIയുടെ പ്രവർത്തന റിപ്പോർട്ടാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിക്കുന്ന റിപ്പോർട്ട്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ഷെഫീൻ, 2 ദിവസമായി CPIയുടെ സമ്മേളനം പരപ്പങ്ങാടി വെച്ച് ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമാണ് CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. അതിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് LDF നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ച് നിലമ്പൂർ പരാജയത്തിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണ്. അത് മനസ്സിലാക്കാൻ നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നും വിമർശനം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ M സ്വരാജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനവും ഉയരുന്നുണ്ട്. കാരണം M സ്വരാജിനായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല പാർട്ടി CPM ആദ്യം നൽകിയത്. ആ ചുമതല നൽകിയ ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നും ഈ CPI വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം അൻവർ ഫാക്ടർ CPM വലിയ തോതിൽ പ്രചാരണം നടത്തിയതാണ്. അൻവർ ഫാക്ടർ ഒരിക്കലും അത് CPM-നെ ബാധിക്കില്ല, LDF-നെ ബാധിക്കില്ല എന്നൊരു കാര്യം CPM അടക്കം പലതവണ ആവർത്തിച്ചതാണ്. അതിനെയും CPI ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് CPI ഇപ്പോൾ പറയുന്നത്. കാരണം അൻവർ പിടിച്ച 20,000-ഓളം വോട്ട് അത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് എന്നാണ് CPI പറയുന്നത്. അൻവറിനെ വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷത്തിന് അത് ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ CPI പറയുന്നത്. അതോടൊപ്പം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അത് UDF-നോടൊപ്പം നിന്നു. അവരെ വിശ്വാസത്തിലെടുക്കാൻ LDF-ന് സാധിച്ചിട്ടില്ല എന്നും ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3 ദിവസത്തെ സമ്മേളനം ഇന്ന് 2ാം ദിവസമാണ്. നാളെയാണ് അതിന്റെ സമാപന സമ്മേളനം. ഏതായാലും രൂക്ഷ വിമർശനമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വത്തിനെതിരെ ഈ ഒരു സമ്മേളനത്തിൽ CPI സമ്മേളനത്തിൽ ഉയർന്നത്.